നമസ്കാരം. ഇലേൺ PSCയുടെ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീത്. നമ്മുടെ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണ് നിങ്ങൾ ഇലേൺ PSC എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ തിരുത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ജനുവരി 6-ാം തീയതി നമ്മൾ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വീഡിയോ തന്നെയാണത്. അതില് കേന്ദ്ര മോട്ടോർ വാഹന നിയമം അഥവാ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമം റൂൾ നമ്പർ 3 പറയുന്നുണ്ടായിരുന്നു. ആ റൂൾ നമ്പർ 3 എന്നത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമാണ്. അഥവാ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമില്ലാത്ത ഒരു വ്യക്തി പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനൊരു ചെറിയ തിരുത്തുണ്ട്. മറ്റൊന്നുമല്ല, അത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം CMVR എന്നുള്ളത് മാറ്റി നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 3 എന്ന് തിരുത്തി വായിക്കുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ ആ ഒരു തിരുത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ തരികയാണ്. അപ്പോൾ ആ വീഡിയോ കാണുന്ന സമയത്ത്, ആ സെക്ഷൻ പഠിക്കുന്ന സമയത്ത് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 3 എന്ന് തിരുത്തി വായിക്കുവാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടന്റിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സെർച്ചുകൾ നടത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു തെറ്റ് കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി അത് പറയുന്നതും. അപ്പോൾ ഇനി നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത്, ജനുവരി 6-ന് പബ്ലിഷ് ചെയ്ത ആ വീഡിയോ ഇനി നിങ്ങൾ കാണുന്ന സമയത്ത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ എന്നുള്ളതിന് പകരം മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 3 എന്ന് തിരുത്തി വായിക്കുവാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ചില പ്രധാനപ്പെട്ട സെക്ഷനുകളെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിയേ, ക്വസ്റ്റ്യൻസ് ഫ്രം മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ടു ചെക്ക് ദി നോളജ് ഓൺ സെക്ഷൻസ് 3, 4, 5, 6, 10, 14, 15, 18, 20, 21 ആൻഡ് 23. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട ചില സെക്ഷനുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 3 ആണ്. ഇവിടെ പറയുന്നതാണ്, സെക്ഷൻ 3-ൽ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ നമ്പർ 3 എന്ന് വായിക്കുന്നതിന് പകരം മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 3 എന്ന് വായിക്കണമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് വീണ്ടും ഇവിടെ പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് പറയുന്നത്. സെക്ഷൻ 3 എന്തിനെ പറ്റി പറയുന്നു? ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകത. ചോദ്യം ഇങ്ങനെയായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുകയാണ്, കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ അല്ലെങ്കിൽ മോട്ടോർ വാഹന നിയമം 1988 മോട്ടോർ വാഹന നിയമത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകതയെ പറ്റി പറയുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം സെക്ഷൻ 3 എന്ന് മനസ്സിൽ വരണം. നോക്കിയ സെക്ഷൻ 3-ൽ 1 എന്താണ് പറയുന്നത്? വാഹനം ഓടിക്കുവാൻ അധികാരപ്പെടുത്തിക്കൊണ്ട് നൽകിയ ഫലപ്രദമായ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെച്ചിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിയും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഓടിക്കുവാൻ പാടില്ല. അപ്പം സെക്ഷൻ 3-ൽ 1 പറയുന്നത് എന്താണ്? നിങ്ങളുടെ കൈവശം ഫലപ്രദമായ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ, വാലിഡ് ആയിട്ടുള്ള സാധുവായിട്ടുള്ള കാലാവധിയുള്ള ഒരു ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 3. 1988 സെക്ഷൻ 3 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 3 പറയുന്നത് എന്താണ്? പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള കാലാവധിയുള്ള സാധുവായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ഒരു വ്യക്തിയും തന്റെ ഡ്രൈവിംഗ് ലൈസൻസിന് പ്രത്യേകമായി അവകാശം നൽകുന്നില്ല എങ്കിൽ സ്വന്തം ഉപയോഗത്തിനായോ വാടകയ്ക്കെടുത്തതായോ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ പാടില്ല. അപ്പോ പൊതുസ്ഥലത്ത് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിർബന്ധമാണ് സ്വന്തം ഉപയോഗത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്കെടുത്തതോ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈസൻസിൽ പ്രത്യേകമായി ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ കഴിയുന്ന ആളാണെന്ന് അംഗീകരിച്ചിരിക്കണം. അതായത് ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുതകുന്ന ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നർത്ഥം.
മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ സെക്ഷൻ 3 രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കണമെങ്കിൽ സാധുവായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ ലൈസൻസിൽ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ കഴിയുന്നതാണ് എന്ന് അംഗീകരിച്ചിരിക്കണം. അതായത് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, പ്രത്യേകമായ അവകാശം നൽകുന്നില്ലെങ്കിൽ സ്വന്തം ഉപയോഗത്തിനായോ വാടകയ്ക്കെടുത്തതായോ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ പാടില്ല. എന്ത്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസ് ഇല്ലെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു മോട്ടോർ ക്യാബ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ അല്ലാതെ എന്നൊരു എക്സംഷൻ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അടുത്തത് നോക്കിയേ, സെക്ഷൻ 4 അടുത്ത സെക്ഷനാണ്. സെക്ഷൻ 3 പറഞ്ഞു കഴിഞ്ഞു. സെക്ഷൻ 4 നോക്കിയേ, മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രായപരിധി. സെക്ഷൻ 3 ലൈസൻസിന്റെ കാര്യം പറയുന്നു. സെക്ഷൻ 4 എന്താണ് പറയുന്നത്? മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കിയേ, 4-1 18 വയസ്സിന് താഴെയുള്ള ആരും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഓടിക്കുവാൻ പാടില്ല. എന്നാൽ 16 വയസ്സ് തികയുമ്പോൾ ഒരു വ്യക്തിക്ക് 50 cc കൂടാത്ത എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള മോട്ടോർ സൈക്കിൾ പൊതുസ്ഥലത്ത് ഓടിക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു വാഹനം പൊതുസ്ഥലത്ത് ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിർബന്ധമായും 18 വയസ്സ് തികഞ്ഞിരിക്കണം. അതായത് 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ലൈസൻസിന് അപ്ലൈ ചെയ്യുവാനുള്ള അർഹതയുള്ളൂ എന്നർത്ഥം. പക്ഷേ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, 50 cc താഴെയുള്ള വാഹനമാണ് ഓടിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 16 വയസ്സ് തികഞ്ഞാൽ മതി. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടോർ സൈക്കിൾ 50 cc താഴെയുള്ള മോട്ടോർ സൈക്കിൾ ഓടിക്കുവാനുള്ള പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 16 വയസ്സ്. അല്ലെങ്കിൽ ഒരു 16 വയസ്സുള്ള വ്യക്തിക്ക് എത്ര cc ഉള്ള മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാം എന്ന് ചോദിച്ചാൽ 50 cc താഴെ. 18 വയസ്സ് തികഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ലൈസൻസിന് അർഹതയുള്ളൂ, പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഓടിക്കുവാൻ അർഹതയുള്ളൂ. 16 വയസ്സ് തികഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുസ്ഥലത്ത് 50 cc കൂടാത്ത മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാം. 2 പോയിന്റ് പറയുന്നു. ലൈസൻസ് വേണമെങ്കിൽ, പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ 18 വയസ്സ് തികഞ്ഞിരിക്കണം. 18 വയസ്സ് തികഞ്ഞ വ്യക്തിക്ക് മാത്രമേ ലൈസൻസിന് അർഹതയുള്ളൂ. പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഓടിക്കണമെങ്കിൽ 18 വയസ്സ് തികഞ്ഞിരിക്കണമെന്ന് പറയുന്നു. ഇനി ഒരാൾക്ക് 16 വയസ്സ് തികഞ്ഞിട്ടുണ്ട് എങ്കിൽ 50 cc താഴെ അല്ലെങ്കിൽ 50 cc കൂടാത്ത മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാമെന്നും പറയുന്നുണ്ട് സെക്ഷൻ 4-1. അപ്പൊ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 4, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 4 പറയുന്നത് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രായപരിധിയാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. സെക്ഷൻ 4-2 എന്താണെന്ന് നോക്കിയേ. 4-2 പറയുന്നു, സെക്ഷൻ 18 വ്യവസ്ഥകൾക്ക് വിധേയമായി 20 വയസ്സിന് താഴെയുള്ള ആരും പൊതുസ്ഥലത്ത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ പാടില്ല. അപ്പം സെക്ഷൻ 4-1 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 16 വയസ്സ് തികഞ്ഞ വ്യക്തിക്ക് എന്തു ചെയ്യാമെന്ന് പറയുന്നു? 50 cc താഴെയുള്ള മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാമെന്ന് പറയുന്നു. സെക്ഷൻ 4-2 പറയുന്നത് നിങ്ങൾക്കൊരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 20 വയസ്സ് തികഞ്ഞ വ്യക്തിക്ക് മാത്രമേ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാൻ സാധിക്കുകയുള്ളൂ. നോക്കിയേ, 20 വയസ്സിന് താഴെയുള്ള ആരും തന്നെ പൊതുസ്ഥലത്ത് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാൻ പാടില്ല. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധി 20 വയസ്സാണ്. ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 20 വയസ്സാണെന്ന് ഓർത്തു വെക്കുക. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 4-2 പറയുന്ന കാര്യമാണ്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ നിർബന്ധമായും ആ വ്യക്തിക്ക് 20 വയസ്സ് തികഞ്ഞിരിക്കണം. അഥവാ 20 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തികളും ട്രാൻസ്പോർട്ട് വാഹനം പൊതുസ്ഥലത്ത് ഉപയോഗിക്കുവാൻ പാടില്ല. അടുത്ത നോക്കിക്കേ, സെക്ഷൻ 4-3 നോക്കിക്കേ. ഈ വകുപ്പിന് കീഴിൽ ആ ക്ലാസ് വാഹനം ഓടിക്കുവാൻ യോഗ്യനല്ലെങ്കിൽ താൻ അപേക്ഷിച്ച ക്ലാസ്സിലെ വാഹനം ഓടിക്കുവാൻ ലേണേഴ്സ് ലൈസൻസോ ഡ്രൈവിംഗ് ലൈസൻസോ ആർക്കും നൽകില്ല. അപ്പോ സെക്ഷൻ 4-3 പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരു മോട്ടോർ വാഹനം ഓടിക്കണമെന്ന് താല്പര്യമുണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ആ മോട്ടോർ വാഹനം ഓടിക്കുവാൻ നിങ്ങൾ യോഗ്യനല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസോ ലേണേഴ്സ് ലൈസൻസോ നൽകില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്ന വാഹനങ്ങളുടെ തരത്തെയാണ്. ഇപ്പൊ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, വിത്തൗട്ട് ഗിയർ,
ഹെവി പാസഞ്ചർ വെഹിക്കിള്, ഹെവി ഗുഡ്സ് വെഹിക്കിള്, ട്രാൻസ്പോർട്ട് വെഹിക്കിള്, അങ്ങനെയൊക്കെയുള്ള വിവിധ ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകളിൽ പെട്ട വാഹനം ഓടിക്കുവാൻ നിങ്ങൾ അർഹനല്ല, നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പെട്ട വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസ് ലഭ്യമാകില്ല എന്ന് പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 4-3. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ 4 പറയുന്നത് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രായപരിധി അല്ലെങ്കിൽ വാഹനം ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റിയിട്ടാണ്. 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് മാത്രമേ ലൈസൻസ് നൽകുകയുള്ളൂ, അല്ലെങ്കിൽ അയാൾ മാത്രമേ പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുവാൻ പാടുള്ളൂ. എന്നാൽ പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കണമെങ്കിൽ 50 cc താഴെയുള്ള വാഹനം ഓടിക്കണമെങ്കിൽ 16 വയസ്സ് തികഞ്ഞിരിക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. 4-2 പറയുന്നത് എന്താണ്? 20 വയസ്സിൽ താഴെയുള്ള ആരും തന്നെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപയോഗിക്കുവാൻ പാടില്ല. അതായത് ഒരു ട്രാൻസ്പോർട്ട് വാഹനം പൊതുസ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ മിനിമം നിങ്ങൾക്ക് 20 വയസ്സ് ഉണ്ടായിരിക്കണമെന്നർത്ഥം. അടുത്ത നോക്കി 4-3, നിങ്ങൾ ഒരു വാഹനം ഓടിക്കുവാൻ യോഗ്യനല്ല എങ്കിൽ ആ ക്ലാസ്സിലുള്ള വാഹനം ഓടിക്കുവാനായിട്ട് നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസോ ഡ്രൈവിംഗ് ലൈസൻസോ ലഭ്യമല്ല എന്ന് പറയപ്പെടുന്ന നിയമമാണ് സെക്ഷൻ 4-3. വളരെ എളുപ്പമാണ്. ഒന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുക, വൃത്തിയായിട്ട് 2 വട്ടം വായിച്ചു നോക്കുക, കൃത്യമായിട്ട് ഇത് ഓർത്തു വെക്കാൻ വളരെ ഈസിയാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് നോക്കിക്കേ. അടുത്തത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 5 ആണ് പറയുന്നത്. എന്താണെന്ന് നോക്കിക്കേ. സെക്ഷൻ 3, 4 എന്നിവയുടെ ലംഘനത്തിന് മോട്ടോർ വാഹന ഉടമകളുടെ ഉത്തരവാദിത്വം. അപ്പോ സെക്ഷൻ 3 ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പാടില്ല. 4 ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുവാനായിട്ടുള്ള പ്രായത്തെ പറ്റി പറയുന്നു. 5 എന്ത് പറയുന്നു? 3 ലംഘിക്കുന്നോ അല്ലെങ്കിൽ സെക്ഷൻ 4 ലംഘിക്കുന്നു അതിന് വാഹന ഉടമകൾക്കുള്ള ഉത്തരവാദിത്തത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കിയേ, മോട്ടോർ വാഹനത്തിന്റെ ചുമതലയുള്ള ഒരു ഉടമയോ വ്യക്തിയോ സെക്ഷൻ 3 അല്ലെങ്കിൽ സെക്ഷൻ 4 വ്യവസ്ഥകൾ പാലിക്കാതെ ഏതെങ്കിലും വ്യക്തിക്ക് വാഹനം ഓടിക്കാൻ കാരണമാവുകയോ അനുവദിക്കുകയോ ചെയ്യരുത്. അപ്പോ ഒരു വാഹനത്തിന്റെ ഉടമ ആ വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ സാധിക്കുന്ന ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തിക്ക് അയാൾക്ക് കൃത്യമായിട്ടുള്ള ലൈസൻസ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുവാൻ പ്രായമില്ലെങ്കിലോ ആ വാഹനം ഉപയോഗിക്കുവാൻ നൽകരുതെന്നർത്ഥം. ഇപ്പോ ചില രക്ഷകർത്താക്കളൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ബൈക്ക് ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേപ്പറിലൊക്കെ കുറച്ച് നാൾ മുമ്പ് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. TV-യിൽ വാർത്ത വരികയും രക്ഷകർത്താവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും അയാൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്താക്കൾ അറിയാതെ നിങ്ങളുടെ വീട്ടിലെ കാറോ ബൈക്കോ എടുത്തുകൊണ്ട് പോകുന്നത്, അതായത് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ ആ വാഹനം ഓടിക്കാനുള്ള പ്രായപൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാഹനം ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നു, വാഹനത്തിന്റെ ഉടമയെ വിലക്കുന്നു. ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നിരിക്കട്ടെ, വാഹനത്തിന്റെ ഉടമ അത്തരം ഒരു വ്യക്തിക്ക് വാഹനം ഉപയോഗിക്കാൻ കൊടുക്കരുത്. ഒരു വ്യക്തിക്ക് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള പ്രായമായിട്ടില്ല എന്നിരിക്കട്ടെ, അത്തരം ഒരു വ്യക്തിക്ക് വാഹനത്തിന്റെ ഉടമ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അനുമതി നൽകരുത് എന്ന് പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 5. നോക്കിക്കേ, മോട്ടോർ വാഹനത്തിന്റെ ചുമതലയുള്ള ഒരു ഉടമയോ വ്യക്തിയോ സെക്ഷൻ 3 അല്ലെങ്കിൽ സെക്ഷൻ 4 വ്യവസ്ഥകൾ പാലിക്കാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാഹനം ഓടിക്കുവാൻ കാരണമാവുകയോ അനുവദിക്കുകയോ ചെയ്യരുത്. വാഹനത്തിന്റെ ഉടമയുടെ ഉത്തരവാദിത്വമാണത്. അപ്പൊ വാഹനത്തിന്റെ ഉടമ വരുന്ന ഡ്രൈവർക്ക് പ്രായമായിട്ടില്ല എങ്കിൽ, കൃത്യമായ ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനം നൽകുവാൻ പാടില്ല ഈ സെക്ഷൻ പ്രകാരം. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അടുത്ത നോക്കിക്കേ, സെക്ഷൻ 6 ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളെ പറ്റിയിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 6 പറയുന്നത്. 6-1 എന്താണെന്ന് നോക്കിക്കേ. തൽക്കാലം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെച്ചിരിക്കുമ്പോൾ ഒരു ലേണേഴ്സ് ലൈസൻസോ അല്ലെങ്കിൽ സെക്ഷൻ 18 വ്യവസ്ഥകൾക്ക് അനുസൃതമായി നൽകിയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ അധികാരപ്പെടുത്തുന്ന ഒരു രേഖയോ ഒഴികെയുള്ള മറ്റേതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കരുത്. അപ്പൊ സെക്ഷൻ 6-1 പറയുന്നത് എന്താ നോക്കിയേ. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 6 അല്ലെങ്കിൽ 6-1 പറയുന്നത്, നിങ്ങൾക്ക് നിലവിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നിരിക്കട്ടെ, നിലവിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തി മറ്റേതെങ്കിലും പ്രകാരത്തിൽ മറ്റൊരു ലൈസൻസ് കൂടി സ്വന്തമാക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സമയം ഒന്നിലധികം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകുവാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 6-1.
മനസ്സിലാവുന്നുണ്ടോ? ഒന്നിലധികം ഡ്രൈവിംഗ് ലൈസൻസ് ഒരേ സമയം ഒരാൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 6(1) എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു വ്യക്തി സാധുവായ ഒന്നിലധികം ഡ്രൈവിംഗ് ലൈസൻസ് ഒരേ സമയം ഉപയോഗിക്കുവാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 6(1) ഒരു വ്യക്തി ഒന്നിലധികം സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അടുത്ത 6(2) നോക്കിക്കേ, ഡ്രൈവിംഗ് ലൈസൻസോ ലേണേഴ്സ് ലൈസൻസോ ഉള്ള ആരും അത് മറ്റേതെങ്കിലും വ്യക്തി ഉപയോഗിക്കുവാൻ അനുവദിക്കരുത്. മറ്റൊന്നുമില്ല, നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാൻ അനുമതി നൽകുന്ന ഒരു രേഖയുണ്ട്, ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ പേരിലാണത് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ ലൈസൻസ് അല്ലെങ്കിൽ ആ രേഖ ലേണേഴ്സ് ലൈസൻസ് മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാനായി നൽകരുതെന്നർത്ഥം. നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയാണ്, അത് മറ്റൊരാൾക്ക് നിങ്ങൾ ഉപയോഗിക്കുവാൻ നൽകരുത് എന്ന് പറയപ്പെടുന്ന മോട്ടോർ വാഹന നിയമമാണ് സെക്ഷൻ 6(2). മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 6(2) പറയുന്നത് എന്താണ്? നിങ്ങളുടെ പേരിലുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാനായി നൽകരുതെന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നോക്കിക്കേ, മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10 എന്തിനെ പറ്റി പറയുന്നു നോക്കാം. ഡ്രൈവ് ചെയ്യുവാനുള്ള ലൈസൻസുകളുടെ ഫോമും ഉള്ളടക്കവും. അപ്പോ വാഹന ഡ്രൈവിംഗ് ലൈസൻസ് ഏത് തരത്തിലായിരിക്കണം, ആ ഡ്രൈവിംഗ് ലൈസൻസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 10 ആണ്. അപ്പോ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10 എന്തിനെ പറ്റി പറയുന്നു? ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഉള്ളടക്കത്തെ പറ്റി പറയുന്നു. ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഉള്ളടക്കത്തെ പറ്റി പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10 ആണ്. എന്താണെന്ന് വിശദമായി നോക്കാം. സെക്ഷൻ 10(1) പറയുന്നത് എന്താണ്? സെക്ഷൻ 18 പ്രകാരം നൽകിയിരിക്കുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒഴികെയുള്ള എല്ലാ ലേണേഴ്സ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രൂപത്തിലായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചേക്കാവുന്ന വിവരങ്ങൾ അടങ്ങിയിരിക്കുകയും വേണം. അപ്പോ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് തോന്നിയതുപോലെ തരാൻ പറ്റുന്ന ഒന്നല്ല. അതില് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന വിവരങ്ങൾ അടങ്ങിയിരിക്കണമെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന കൃത്യമായ ഫോമിൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കാവൂ എന്നാണ് പറയുന്നത്. നോക്കിയേ, കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന രൂപത്തിലായിരിക്കും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ് ലൈസൻസിന് വേണ്ടുന്ന രൂപരേഖ നിർദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചേക്കാവുന്ന വിവരങ്ങൾ അടങ്ങിയിരിക്കുകയും വേണം. അപ്പം ഡ്രൈവിംഗ് ലൈസൻസില് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന രൂപത്തിലാണെന്ന് പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10. ലേണേഴ്സ് ലൈസൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന രൂപത്തിലായിരിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള വിവരങ്ങൾ ആ ലൈസൻസിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10 പറയുന്നത് എന്താണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങളുടെ കൈവശമിരിക്കുന്ന ലേണേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്തരം ലൈസൻസിലെ വിവരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന രൂപത്തിലായിരിക്കണം. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് പറയപ്പെടുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10. അടുത്തതിലേക്ക് പോകാം. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10 പറയുന്ന സബ്സെക്ഷൻ 2 എന്താണ് പറയുന്നത് നോക്കിയേ. ഒരു ലേണേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇനി പറയുന്ന ഒന്നോ അതിലധികമോ ക്ലാസുകളിലെ മോട്ടോർ വാഹനം ഓടിക്കുവാൻ ഉടമയ്ക്ക് അവകാശം നൽകുന്നതായി പ്രകടിപ്പിക്കേണ്ടുന്നതാണ്. അതായത് നിങ്ങളുടെ കൈവശമിരിക്കുന്ന വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൽ എന്തൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം, എന്തൊക്കെയെന്ന് ഉദ്ദേശിച്ചത് ഏതൊക്കെ ക്ലാസ് വാഹനങ്ങൾ ഓടിക്കുവാൻ കഴിയുന്നതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണമെന്ന് പറയുന്നു. നോക്കിയേ, ഇനി പറയുന്ന ഒന്നോ അതിലധികമോ ക്ലാസുകളിലെ മോട്ടോർ വാഹനം ഓടിക്കുവാൻ ഉടമയ്ക്ക് അവകാശം നൽകുന്നതായി പ്രകടിപ്പിക്കേണ്ടുന്നതാണ്. നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയാമെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറും മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ഉള്ള ബൈക്കും ഗിയർ ഇല്ലാത്ത ബൈക്കും ഓടിക്കുവാൻ അറിയാമെന്നിരിക്കട്ടെ, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ അറിയാമെന്നിരിക്കട്ടെ, അതെല്ലാം നിങ്ങളുടെ ലൈസൻസിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണമെന്ന് പറയുന്നു.
നിങ്ങൾക്ക് ഏതൊക്കെ ലൈസൻസ് ഉണ്ടോ, ഏതൊക്കെ വാഹനങ്ങൾ ഓടിക്കുവാൻ അറിയാമോ, ഏതിനൊക്കെ നിങ്ങൾ യോഗ്യത നേടിയിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ലൈസൻസിൽ രേഖപ്പെടുത്തണം എന്ന് പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 2. നിങ്ങളുടെ ലൈസൻസിൽ ഏതൊക്കെ ക്ലാസ് വാഹനങ്ങൾ ഓടിക്കാം നിങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 2. ഏതൊക്കെ വാഹനങ്ങളാണെന്ന് പറയുന്നുണ്ട്? മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഉണ്ട്, മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ഉണ്ട്, അതേപോലെ തന്നെ അഡാപ്റ്റഡ് വെഹിക്കിളുകളെ പറ്റി പറയുന്നുണ്ട്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV പറ്റി പറയുന്നുണ്ട്, ട്രാൻസ്പോർട്ട് വെഹിക്കിളിനെ പറ്റി പറയുന്നുണ്ട്. അടുത്തത് ഏതാ നോക്കിയേ, റോഡ് റോളർ ഓടിക്കാനുള്ള യോഗ്യത നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഓഫ് എ സ്പെസിഫൈഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടും മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസിൽ രേഖപ്പെടുത്തിയിരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. 10(2) മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10(2) പറയുന്നു, നിങ്ങൾ ഏതൊക്കെ ക്ലാസ് വാഹനം ഓടിക്കുവാൻ യോഗ്യത നേടിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രദർശിപ്പിച്ചിരിക്കണം എന്ന് പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10(2). അടുത്തത് നോക്കിക്കേ, സെക്ഷൻ 14 മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസുകളുടെ കറൻസി. അപ്പൊ ഈ കറൻസി എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നുവാൻ സാധ്യതയുണ്ട്. എന്താണ് കറൻസി? കറൻസി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയെ പറ്റിയിട്ടാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എപ്പോഴൊക്കെ പ്രാബല്യത്തിൽ വരുന്നു, എപ്പോഴൊക്കെ പുതുക്കേണ്ടി വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കറൻസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പീരീഡ് ഓഫ് വാലിഡിറ്റി, എത്രത്തോളം നാള് ആ ലൈസൻസിന് വാലിഡിറ്റി ഉണ്ട്, കാലാവധി ഉണ്ട്, സാധുതയുണ്ട് എന്ന് പറയുന്നതാണ് കറൻസി എന്നുള്ളത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 14 എന്ത് പറയുന്നു? മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസുകളുടെ കറൻസി അഥവാ കാലാവധി എന്നുകൂടി ഓർത്തുവെക്കുക. കാലാവധി നോക്കിക്കേ, 14(1) വിവിധ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസുകളുടെ കാലാവധിയെ പറ്റി പരാമർശിക്കുന്നു. അപ്പം കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവധിയാണ്. 14(1) എന്താ പറയുന്നത്? വിവിധ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസുകളുടെ കാലാവധിയെ പറ്റി പരാമർശിക്കുന്നു. ഓർത്തു വെക്കണേ, 14(1) കാലാവധി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, എങ്ങനെ മോട്ടോർ വാഹനങ്ങളുടെ ലൈസൻസിങ് കാലാവധിയെ പറ്റി പരാമർശിക്കുന്ന മോട്ടോർ വാഹന നിയമം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 14. അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇതിന്റെ കൂടെ തന്നെ ചേർന്ന് വരുന്ന മറ്റൊരു സാധനമുണ്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ CMVR 1989. നമ്മളിവിടെ പഠിക്കുന്നത് ഏതാണ്? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 14. ഇത് ഓർമ്മയുണ്ടാവണം. അപ്പൊ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ലൈസൻസുകളുടെ കാലാവധിയെ പറ്റി പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 14. ഒരു ലേണേഴ്സ് ലൈസൻസ് ഈ നിയമത്തിലെ മറ്റ് വ്യവസ്ഥകൾക്ക് വിധേയമായി ലൈസൻസ് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 6 മാസത്തേക്ക് കാലാവധി ഉണ്ടായിരിക്കും. നമുക്കറിയാവുന്നതല്ലേ, എല്ലാവരും ലൈസൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോ ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി എത്ര നാളത്തേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 6 മാസത്തേക്കാണ്. കാലാവധിയെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 14 ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. നോക്കിക്കേ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ചിലപ്പോൾ നേരിട്ട് ക്വസ്റ്റ്യൻ വരാത്ത സാഹചര്യം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചില ചോദ്യങ്ങളെങ്കിലും സെന്റൻസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കാം. അപ്പോ ഡയറക്റ്റ് ഒരു പോയിന്റ് മാത്രം പഠിച്ചു വെക്കരുത്. പോയിന്റ് പഠിച്ചു വെക്കരുത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഏത് സെക്ഷനാണ് അത് ഇന്ന സെക്ഷനാണ്, ഏത് സെക്ഷനാണ് അത് ഇന്ന സെക്ഷനാണ് എന്നിങ്ങനെ സെക്ഷൻ മാത്രം പഠിക്കരുത്. അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു, പരീക്ഷ വളരെ പെട്ടെന്ന് പാസ്സായനെ. പക്ഷെ നിലവിലത്തെ ഒരു ട്രെൻഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങളുടെ പഠിത്തം മാറ്റേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നതൊക്കെ കണ്ടന്റാ. ഈ കണ്ടന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം. വായിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സെന്റൻസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി. ഫാക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഫാക്ട് എന്ന് ഉദ്ദേശിച്ച് മറ്റൊന്നുമല്ല, വർഷങ്ങൾ പഠിക്കുന്നത്, കൃത്യമായിട്ട് സെക്ഷൻ ഏതാണെന്ന് പഠിക്കുന്നത്, സെക്ഷൻ ഏതൊക്കെയാണെന്ന് പഠിച്ചു പോകുന്നത്, അത് ബുദ്ധിമുട്ടാക്കും. അല്ലെങ്കിൽ ആരാണ്, എന്താണ്, ഏതാണെന്ന് പഠിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് കൂടി പഠിക്കുമ്പോഴേ നമ്മുടെ പഠിത്തം കംപ്ലീറ്റ് ആകുള്ളൂ. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമുക്ക് ഇനി വേണ്ടത്. ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റഡി മാറ്റി വെക്കേണ്ടുന്ന സമയമായി കഴിഞ്ഞു. അപ്പോൾ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ്, ഫാക്റ്റും കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ സെക്ഷൻ മാത്രം പഠിച്ചു പോകാതെ
കണ്ടന്റ് എന്താണെന്ന് കൂടി കൃത്യമായിട്ട് പഠിക്കണം. നോക്കിക്കേ, ലൈസൻസുകളുടെ കാലാവധിയെ പറ്റി പരാമർശിക്കുന്ന മോട്ടോർ വാഹന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 14. അതുപോലെ തന്നെ അതിൽ തന്നെ ലേണേഴ്സ് ലൈസൻസിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി എത്ര മാസമാണ്? 6 മാസമാണ്. ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി 6 മാസമാണെന്ന് പരാമർശിക്കുന്ന മോട്ടോർ വാഹന നിയമം ഏതാണ്? മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 14 അല്ലെങ്കിൽ 14(1) കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അടുത്തതിലേക്ക് പോകാം. നോക്കിക്കേ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 14 2A എന്താണെന്നുള്ളതാണ്. ഈ നിയമപ്രകാരം ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസിന്റെ കാലാവധി 5 വർഷമായിരിക്കും. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ലൈസൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിന്റെ പരമാവധി കാലാവധി എത്ര വർഷമായിരിക്കും? 5 വർഷമായിരിക്കും എന്ന് ഓർത്ത് നോക്കുക. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങളുടെ കൈവശമെങ്കിൽ ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. അതിനെപ്പറ്റി പറയുന്ന നിയമം ഏതാണ്? സെക്ഷൻ 14 2A. അപ്പൊ കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മോട്ടോർ വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസിന്റെ കാലാവധിയെ പറ്റി പറയുന്നു, കറൻസിയെ പറ്റി പറയുന്നത് സെക്ഷൻ 14 ആണ്. അതിൽ തന്നെ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 5 വർഷമാണെന്ന് ഓർത്തു വെക്കുക. അതിനെപ്പറ്റി പരാമർശിക്കുന്ന നിയമം ഏതാണ്? സെക്ഷൻ 14 2A. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. ഫോർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കാലാവധി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഈസ് വാലിഡ് അപ് ടു 5 years. ഓർത്തു വെക്കുക. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. അടുത്ത നോക്കിക്കേ, അപകടകരമായ ചരക്കുകൾ വഹിക്കുന്ന ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ കാര്യത്തിൽ ലൈസൻസിന്റെ കാലാവധി 3 വർഷമായിരിക്കും. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ 5 വർഷമായിരിക്കും. അടുത്തത് അപകടകരമായ ചരക്കുകൾ, ഹസാഡസ് ഗുഡ്സ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പെട്രോൾ കൊണ്ടുപോകുന്ന ലോറികൾ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഡീസൽ കൊണ്ടുപോകുന്നത്, അതുമല്ലെന്നുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് കൊണ്ടുപോകുന്നത്, അത്തരം വാഹനങ്ങളുടെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിരിക്കും. കൃത്യമായിട്ട് ഓർത്തു വെച്ചോണേ. അപ്പോ ഹസാഡസ് ഗുഡ്സ് അല്ലെങ്കിൽ അപകടകരമായ ചരക്കുകൾ വഹിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 വർഷമായിരിക്കും. ഹസാഡസ് ഗുഡ്സ് ആണ് കൊണ്ടുപോകുന്നത്. അത്തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിരിക്കും. ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ 5, ഹസാഡസ് ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 3 വർഷമായിരിക്കും. ഇതിനെപ്പറ്റി പറയുന്ന ഈ കാലാവധിയെ പറ്റി പറയുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെയും ഹസാഡസ് ഗുഡ്സ് വാഹനങ്ങളുടെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയെ പറ്റി പറയുന്ന മോട്ടോർ വാഹന നിയമം ഏതാണ്? മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 14 സബ്സെക്ഷൻ 2A. കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അടുത്തത് നോക്കിക്കേ, 14 2B എന്താ പറയുന്നത് നോക്കാം. മറ്റു ലൈസൻസുകൾ നേടുന്നതിനോ പുതുക്കുന്നതിനോ താഴെ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ ബാധകമായിരിക്കുന്നതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. 30 വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തിക്ക് നൽകുന്ന ലൈസൻസിന്റെ കാലാവധി 40 വയസ്സ് വരെ ആയിരിക്കും. നോക്കിയേ, ഒരു വ്യക്തിക്ക് 30 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ അയാൾക്ക് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് 40 വയസ്സ് വരെ ആയിരിക്കും. ഉദാഹരണത്തിന് എനിക്ക് 25 വയസ്സുണ്ടെന്ന് കരുതുക. അപ്പോ ആ ഡ്രൈവിംഗ് ലൈസൻസ്, എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് നൽകുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് എപ്പോഴാണോ എനിക്ക് 40 വയസ്സ് തികയുന്നത് അതുവരെ ആയിരിക്കും. അപ്പോ ഒരാൾക്ക് 30 വയസ്സിൽ താഴെ പ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 40 വയസ്സ് വരെ ആയിരിക്കും. 40 വയസ്സാവുമ്പോഴേക്കും അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയറി ആകുമെന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? 30 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്നുവരെ ആയിരിക്കും? 40 വയസ്സ് വരെ ആയിരിക്കുമെന്ന് അർത്ഥം. അടുത്ത നോക്കിക്കേ, 30 വയസ്സ് തികഞ്ഞു, എന്നാൽ ഇഷ്യൂ ചെയ്ത തീയതിയിൽ 50 വയസ്സ് തികഞ്ഞിട്ടില്ല എങ്കിൽ അത്തരം വ്യക്തിക്ക് ഇഷ്യൂ അല്ലെങ്കിൽ പുതുക്കൽ തീയതി മുതൽ 10 വർഷത്തേക്ക് ലൈസൻസിന് കാലാവധി ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു വ്യക്തിക്ക് 30 വയസ്സ് തികയുകയും ചെയ്തു, എന്നാൽ 50 വയസ്സായിട്ടുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 വർഷത്തേക്കായിരിക്കും എന്ന് ഓർത്തു വെച്ചേക്കുക.
അപ്പൊ ഒരാൾക്ക് 30 വയസ്സ് തികയും ചെയ്തു, 50 വയസ്സ് തികഞ്ഞിട്ടില്ല. അതായത് അയാളുടെ പ്രായം 30-നും 50-നും ഇടയിലാണെന്നിരിക്കട്ടെ. ഒരു വ്യക്തി 30-നും 50-നും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലൈസൻസിന്റെ കാലാവധി എത്ര വർഷമായിരിക്കും? 10 വർഷത്തേക്കായിരിക്കുമെന്ന് ഓർക്കുക. 30-നും 50-നും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 10 വർഷത്തേക്കായിരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നോക്കിക്കേ, 50 വയസ്സ് തികഞ്ഞു, എന്നാൽ ഇഷ്യൂ ചെയ്ത തീയതിയിൽ 55 വയസ്സ് തികഞ്ഞിട്ടില്ല എങ്കിൽ നോക്കിയേ, 50 വയസ്സ് അയാൾക്ക് കഴിഞ്ഞു, പക്ഷേ 55 ആയിട്ടുമില്ല. അതായത് അയാളുടെ പ്രായം 50-നും 55-നും ഇടയിലാണെങ്കിൽ, ഒരു വ്യക്തി അയാളുടെ പ്രായം 50-നും 55-നും ഇടയിലാണെങ്കിൽ അയാളുടെ ലൈസൻസ് മാക്സിമം അയാൾക്ക് കിട്ടുന്ന കാലാവധി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് 60 വയസ്സ് തികയുന്നത് വരെ ആയിരിക്കും. നോക്കിയേ, 50 വയസ്സ് തികഞ്ഞു, എന്നാൽ ഇഷ്യൂ ചെയ്ത തീയതിയിൽ 55 വയസ്സ് തികഞ്ഞിട്ടില്ല എങ്കിൽ ഇഷ്യൂ അല്ലെങ്കിൽ പുതുക്കിയ തീയതി മുതൽ 60 വയസ്സ് തികയുന്നത് വരെ കാലാവധി ഉണ്ടായിരിക്കും. ഒരു വ്യക്തിക്ക് 50-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുണ്ട്, 50 വയസ്സ് കഴിഞ്ഞു എന്നാൽ 55 ആയിട്ടില്ല. അപ്പൊ 50-നും 55-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ലൈസൻസ് എന്ന് പറയുന്നത് അയാൾക്ക് 60 വയസ്സ് വരെയുള്ള കാലാവധിയിലായിരിക്കും, അല്ലെങ്കിൽ 60 വയസ്സ് വരെ ആയിരിക്കും അയാൾക്ക് ലൈസൻസ് ലഭിക്കുന്നത്. മനസ്സിലായോ? അടുത്ത പോയിന്റ്, 50-നും 55-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ 60 വയസ്സ് വരെ ആയിരിക്കും അയാൾക്ക് ലൈസൻസ് ലഭിക്കുക. അടുത്ത നോക്കിയേ, ഇഷ്യൂ ചെയ്ത തീയതിയിൽ 55 വയസ്സ് തികഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി ഇഷ്യൂ അല്ലെങ്കിൽ പുതുക്കിയ തീയതി മുതൽ 5 വർഷത്തേക്ക് കാലാവധി ഉണ്ടായിരിക്കും. അതായത് ഒരാൾക്ക് 55 വയസ്സ് തികഞ്ഞു, 55 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ലഭിക്കുന്ന ലൈസൻസിന്റെ പരമാവധി കാലാവധി എത്ര വർഷത്തേക്കായിരിക്കും? 5 വർഷത്തേക്കായിരിക്കും. ലൈസൻസ് എടുത്ത തീയതി അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കിയ തീയതി മുതൽ 5 വർഷത്തേക്ക് അയാൾക്ക് കാലാവധി ഉണ്ടായിരിക്കും എന്നർത്ഥം. 55 വയസ്സിന് മേൽ പ്രായമുണ്ട് ഒരാൾക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ലൈസൻസ് എന്ന് പറയുന്നത് പരമാവധി എത്ര വർഷത്തേക്കായിരിക്കും? 5 വർഷത്തേക്ക് കൂടി ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ ലൈസൻസിന്റെ കറൻസിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്, അതായത് ലൈസൻസിന്റെ കാലാവധികളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്നത്, ഇഷ്യൂ ചെയ്ത തീയതിയിൽ 55 വയസ്സ് തികഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി ഇഷ്യൂ അല്ലെങ്കിൽ പുതുക്കിയ തീയതി മുതൽ 5 വർഷത്തേക്ക് കാലാവധി ഉണ്ടായിരിക്കും. ഇതേപോലെ എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സെന്റൻസ് ആകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്ക് 55 വയസ്സിന് മുകളിലാണെങ്കിൽ 5 വർഷത്തേക്ക്, 50-നും 55 വയസ്സിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ 60 വയസ്സ് വരെ. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും മറക്കില്ല എന്നർത്ഥം. നോക്കട്ടെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. സെക്ഷൻ 15, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ആക്ട് ഏതാണ്? മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 15. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 15 എന്തിനെ പറ്റി പറയുന്നു? ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണെന്ന് നോക്കിക്കേ, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസ് കാലഹരണപ്പെടുന്ന തീയതിക്ക് 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലോ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ഒരു മോട്ടോർ വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എപ്പോഴാണ് നോക്കിയേ, ഡ്രൈവിംഗ് ലൈസൻസ് കാലഹരണപ്പെടുന്ന തീയതിക്ക് 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലോ സമർപ്പിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാണോ നിങ്ങളുടെ ലൈസൻസ് എക്സ്പയർ ആകുന്നത്, കാലാവധി കഴിയുന്നത്, ആ കാലാവധി കഴിയുന്ന തീയതിക്ക് 1 വർഷം മുമ്പോ കാലാവധി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിലോ നിങ്ങൾ എന്ത് ചെയ്യണം? പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കണമെന്നർത്ഥം. ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇന്നു മുതൽ 1 വർഷത്തിനുള്ളിൽ പുതുക്കിയിരിക്കണം, അല്ലെങ്കിൽ ഇന്നു മുതൽ 1 വർഷത്തിന് മുമ്പ് വരെ പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കാമെന്നർത്ഥം. മനസ്സിലായോ? ഇന്ന് കാലാവധി തീരുകയാണെങ്കിൽ 1 വർഷം മുമ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നു മുതൽ 1 വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കണമെന്നർത്ഥം. അപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുവാനായിട്ട് ലൈസൻസ് കാലഹരണപ്പെടുന്ന തീയതിക്ക് 1 വർഷം മുമ്പോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട് 1 വർഷത്തിനുള്ളിലോ കൊടുത്തിരിക്കണം. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ് നോക്കിയേ, 40 വയസ്സ് കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ് അപേക്ഷകനെങ്കിൽ നിർദ്ദിഷ്ട ഫോമിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടുന്നതാണ്. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന വ്യക്തി
ആ വ്യക്തിക്ക് 40 വയസ്സ് തികഞ്ഞിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാൾ നിർദ്ദിഷ്ട ഫോമിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു വ്യക്തിക്ക് 40 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, അയാൾ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നു എങ്കിൽ മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അയാൾക്ക് തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുക? ഏത് വകുപ്പ് പ്രകാരമാണ്? മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 15 സെക്ഷൻ 15 പ്രകാരമാണ് ഒരു വ്യക്തി തന്റെ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ലൈസൻസ് പുതുക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ലൈസൻസ് പുതുക്കണം. അയാൾക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്ന് പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 15. അടുത്തത് നോക്കിക്കേ, സെക്ഷൻ 18. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. ഇപ്പോൾ ചില വാഹനങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതായിരിക്കാം. അത്തരം വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടേണ്ടുന്ന നിബന്ധനകളെ പറ്റിയിട്ടാണ് ഈ നിയമം പറയുന്നത്. നോക്കിക്കേ, 18(1) പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും എന്നാൽ വാണിജ്യ സംരംഭങ്ങളുമായി ബന്ധമില്ലാത്തതുമായ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഓടിക്കുവാൻ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിലുടനീളം സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന അതോറിറ്റിക്ക് നൽകാം. അതായത് നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ഇന്ത്യയിൽ ഉടനീളം കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ പരിപൂർണമായ നിയന്ത്രണത്തിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ കൂടി അത്തരം വാഹനങ്ങൾ ഓടിക്കുവാനായിട്ട് ഇന്ത്യയിൽ ഉടനീളം സാധുവായ ലൈസൻസ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു അതോറിറ്റിക്ക് നൽകാം, ഒരു ഏജൻസിക്ക് നൽകാം എന്നാണ് പറയുന്നത്. അങ്ങനെ നൽകാമെന്ന് പറയപ്പെടുന്ന നിയമം ഏതാണ്? 18(1). പക്ഷേ ഒരു എക്സംഷൻ ഉണ്ട്. എന്താണ്? വാണിജ്യ സംരംഭങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതായിരിക്കും. അപ്പൊ പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ളത് അല്ലെ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതുമായിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കുവാൻ 18 വയസ്സുള്ള ഏതൊരു വ്യക്തിക്കും സാധിക്കും. അത്തരമൊരു വ്യക്തിക്ക് ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഏതൊരു ഏജൻസിക്കും സാധിക്കും, അല്ലെങ്കിൽ അതോറിറ്റിക്കും സാധിക്കുമെന്നാണ് 18(1) പറയുന്നത്. 18(2) നോക്കിക്കേ, ഈ വകുപ്പിന് കീഴിൽ നൽകുന്ന ലൈസൻസിൽ ലൈസൻസ് ഹോൾഡറിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന വാഹനത്തിന്റെ ക്ലാസും കാലയളവും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. അപ്പോ ഇത്തരത്തില് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഏത് വാഹനമാണോ ഓടിക്കുവാൻ കഴിയുന്നത് അത്തരം വാഹനങ്ങളുടെ ക്ലാസ് ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിരിക്കും. എത്ര നാളോളം അയാൾക്ക് വാഹനം ഓടിക്കുവാൻ സാധിക്കുമെന്നും കൃത്യമായിട്ട് കൊടുത്തിരിക്കുമെന്നർത്ഥം. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, വിത്തൗട്ട് ഗിയർ, ട്രാൻസ്പോർട്ട് തുടങ്ങി ആ വാഹനത്തിന്റെ കൃത്യമായിട്ടുള്ള ക്ലാസ് ഏതാണെന്ന് അയാൾക്ക് നൽകുന്ന ലൈസൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എത്ര നാൾ അയാൾക്ക് ആ വാഹനം ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ ലൈസൻസ് ഉപയോഗിക്കാമെന്നും കൃത്യമായിട്ട് കൊടുത്തിരിക്കും. സെക്ഷൻ 18(2) പറയുന്നു. സെക്ഷൻ 18(3) എന്താണെന്ന് നോക്കിക്കേ, ഈ വകുപ്പിന് കീഴിൽ നൽകിയിട്ടുള്ള ലൈസൻസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങൾ ഓടിക്കുവാൻ അധികാരം നൽകുന്നില്ല. അപ്പോ നിങ്ങൾക്ക് ഇത്തരം ഒരു ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ അതിലേത് വാഹനമാണോ ഓടിക്കുവാൻ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആ ക്ലാസ്സിലുള്ള വാഹനം ഓടിക്കുവാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ. അതായത് LMV ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ സാധിക്കില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. സെക്ഷൻ 20 അയോഗ്യനാക്കുവാനുള്ള കോടതിയുടെ അധികാരം. അപ്പോ ഏതെങ്കിലും കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് കോടതിക്ക് റദ്ദ് ചെയ്യുവാൻ സാധിക്കും. അതിനെപ്പറ്റി പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 20 അയോഗ്യനാക്കുവാനുള്ള കോടതിയുടെ അധികാരം. അതെങ്ങനെയാണെന്ന് നോക്കിക്കേ, ഈ നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യത്തിനോ മോട്ടോർ വാഹനം ഉപയോഗിച്ച ഒരു കുറ്റകൃത്യത്തിനോ ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ അത്തരം വ്യക്തിയെ ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായോ നിയമം അനുശാസിക്കുന്ന മറ്റേതെങ്കിലും വ്യവസ്ഥകൾക്ക് വിധേയമായോ കോടതി വ്യക്തമാക്കിയ കാലയളവിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത പ്രഖ്യാപിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അപ്പോ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 20 അപ്പൊ ഇതനുസരിച്ച് ഒരു വ്യക്തിയുടെ കുറ്റകൃത്യത്തിന് കോടതിക്ക് ലൈസൻസിന് അയോഗ്യത പ്രഖ്യാപിക്കാം. അതായത് അയാളുടെ ലൈസൻസ് കോടതിക്ക് റദ്ദ് ചെയ്യുവാൻ സാധിക്കുമെന്നർത്ഥം. ഒരു കുറ്റകൃത്യത്തിന് അയാൾ ശിക്ഷിക്കപ്പെടുന്നു, മോട്ടോർ വാഹനം ഉപയോഗിച്ച ഒരു കുറ്റകൃത്യത്തിന് ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുന്നു, അല്ലെ ഒരു കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി ശിക്ഷിക്കപ്പെട്ടാൽ
ആ വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കുവാൻ കോടതിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 20. അപ്പോൾ അടുത്തത് നോക്കിക്കേ, സെക്ഷൻ 21 പറ്റിയിട്ടാണ് പറയുന്നത്. ചില കേസുകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ചില കേസുകളിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. എന്താണ് 21A അല്ലെ 21 ആയിട്ട് വായിക്കുക. സെക്ഷൻ 184 പ്രകാരം അപകടകരമാം വിധം ഡ്രൈവിംഗ് നടത്തുകയോ ഒന്നോ അതിലധികമോ ആളുകളുടെ മരണത്തിനോ ഗുരുതരമായി പരിക്കേൽക്കുന്നതിനോ കാരണമായി എന്ന് കാണിച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് രജിസ്റ്റർ ചെയ്താൽ ആ വ്യക്തിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടും. അതായത് സെക്ഷൻ 184 ഡേഞ്ചറസ് ഡ്രൈവിംഗ്, അപകടകരമായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്നെന്ന് കരുതുക. ഇങ്ങനെ വാഹനം ഓടിച്ചത് കൊണ്ട് ഒന്നോ അതിലധികമോ ആൾക്കാർക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്ക് പറ്റുകയോ ചെയ്യുന്നു. ഈ സാഹചര്യത്തില് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ സംഭവിച്ചു എന്ന് കാണിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 21 പ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 21 പറയുന്നത് ലൈസൻസ് ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് റദ്ദ് ചെയ്യുന്നതിനാണ്. ഈ റദ്ദ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണം പറയുന്നത് എന്താണ്? അപകടകരമായ വിധം നിങ്ങൾ വാഹനം ഓടിക്കുന്നു. അങ്ങനെ വാഹനം ഓടിച്ചത് കൊണ്ട് ഒന്നോ അതിലധികമോ ആൾക്കാർക്ക് പരിക്കോ അല്ലെങ്കിൽ മരണമോ സംഭവിക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടാമെന്നാണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ, 21(1)A എന്താ പറയുന്നത്? സസ്പെൻഷൻ കാലാവധി കേസ് രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ 6 മാസത്തേക്കായിരിക്കും. അപ്പൊ സസ്പെൻഷൻ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? കേസ് രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ 6 മാസത്തേക്കായിരിക്കുമെന്ന് ഓർക്കുക. ഈ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പീൽ നൽകാവുന്നതാണ്. 21(1)B എന്താണ്? മേൽപ്പറഞ്ഞ കാലയളവ് അവസാനിക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള വ്യക്തി ഡിസ്ചാർജ് ചെയ്യപ്പെടുകയോ കുറ്റവിമുക്തമാക്കപ്പെടുകയോ ചെയ്താൽ ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് ഒഴിവാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 6 മാസത്തിനകം, 6 മാസത്തിന് ശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സസ്പെൻഷൻ പിൻവലിക്കാം. അല്ലെങ്കിൽ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 6 മാസത്തേക്ക് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു വെക്കാം. ഇനി അതല്ല, അതിനു മുമ്പ് ഈ 6 മാസത്തിന് മുമ്പ് നിങ്ങൾ കുറ്റവിമുക്തനാക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്തത് ഒഴിവാക്കാമെന്ന് പറയുന്നു. 21(1)B. 21(1)A പറയുന്നു സസ്പെൻഷൻ കാലാവധി കേസ് രജിസ്റ്റർ ചെയ്ത് പരമാവധി 6 മാസത്തേക്കായിരിക്കാം. അല്ലെങ്കിൽ എന്താണ് 21(1)B പറയുന്നത് ഈ 6 മാസത്തിന് മുമ്പ് നിങ്ങൾ കുറ്റവിമുക്തനാണെന്ന് തെളിഞ്ഞാൽ ആ ലൈസൻസ് റദ്ദ് ചെയ്തത് മാറ്റപ്പെടാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് തിരികെ ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അടുത്ത 21(4) എന്താണ് പറയുന്നത്? ഒരു പ്രത്യേക ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസ് സബ്സെക്ഷൻ 1 പ്രകാരം സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം ലൈസൻസ് കൈവശമുള്ള വ്യക്തി ആ പ്രത്യേക ക്ലാസ് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടും. അപ്പോ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ വിവിധങ്ങളായിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കുവാൻ നിങ്ങൾ പ്രാപ്തനാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് യോഗ്യത നേടിയിട്ടുണ്ട് എന്ന് കരുതുക. ഉദാഹരണത്തിന് LMV ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, ഇനി ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്, അല്ലെ ഹസാഡസ് ഗുഡ്സ് ഉണ്ട്, മോട്ടോർ സൈക്കിള് വിത്ത് ഗിയർ, വിത്തൗട്ട് ഗിയർ ഉണ്ട്. അങ്ങനെ ഒന്നിലധികം ക്ലാസ് വാഹനങ്ങൾ ഓടിക്കുവാൻ നിങ്ങൾ യോഗ്യനാണെന്നിരിക്കട്ടെ. നിങ്ങൾ LMV ഓടിച്ചു പോകുന്ന സമയത്ത്, നിങ്ങൾ ഒരു കാർ ഓടിച്ചു പോകുന്ന സമയത്ത് അപകടം ഉണ്ടാകുന്നു, നിങ്ങൾക്കെതിരെ സെക്ഷൻ 184 പ്രകാരം കേസ് ചാർജ് ചെയ്യുന്നു. കേസ് ചാർജ് ചെയ്യാൻ കാര്യം ഒന്നിലധികം ആൾക്കാർക്ക് അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർക്ക് മരണം സംഭവിച്ചു. അങ്ങനെ 184 പ്രകാരം നിങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്യപ്പെട്ടാൽ ഒരു പക്ഷേ നിങ്ങളെ LMV ഓടിക്കുന്നതിൽ നിന്നും വിലക്കുവാനും സാധ്യതയുണ്ട്. അപ്രകാരം വിലക്ക് ഏർപ്പെടുത്തുവാൻ കഴിയുമെന്ന് പറയപ്പെടുന്ന നിയമമാണ് എന്ന് പറയുന്നത് 21(4). അപ്പൊ നിങ്ങളുടെ ലൈസൻസ് പൂർണ്ണമായി സസ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ചോ LMV ഓടിക്കുന്നതിൽ നിന്നും നിങ്ങളെ വിലക്കുന്നു. അപ്പൊ ആ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല? അതിന്റെ വിലക്ക് മാറുന്ന കാലം വരെയും നിങ്ങൾക്ക് LMV ഓടിക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നോക്കിയേ, ഒരു പ്രത്യേക ക്ലാസുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസ് സബ്സെക്ഷൻ 1 പ്രകാരം സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ
അത്തരം ലൈസൻസ് കൈവശമുള്ള വ്യക്തി ആ പ്രത്യേക ക്ലാസ് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടും. നിങ്ങൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനവുമായി പോകുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നത് എന്ന് കരുതുക. നിങ്ങൾക്ക് 184 പ്രകാരം കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ. ആ റദ്ദ് ചെയ്യപ്പെടുന്നത് വരെ അല്ലെങ്കിൽ റദ്ദ് ചെയ്യപ്പെട്ട കാലാവധി മുതൽ നിങ്ങൾ കുറ്റവിമുക്തനാക്കുന്നത് വരെ നിങ്ങൾക്ക് പിന്നീട് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാൻ സാധിക്കില്ല എന്നർത്ഥം. എന്നാൽ അതേ ലൈസൻസ് വെച്ചുകൊണ്ട് മറ്റു വാഹനങ്ങൾ ഓടിക്കാൻ തടസ്സമില്ല. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 23 പറ്റിയാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 23, മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 സെക്ഷൻ 23 എന്താ പറയുന്നത് നോക്കിയേ. എഫക്ട് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓർഡർ, അയോഗ്യത പ്രാബല്യത്തിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈസൻസിന് കോടതി അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട അധികാരി ഒരു അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതുക. ആ അയോഗ്യത പ്രാബല്യത്തിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് സെക്ഷൻ 23. എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്ന് പറയുന്ന സെക്ഷൻ 23 എന്ന് പറയുന്നത്. നോക്കിയേ, സെക്ഷൻ 23 സെക്ഷൻ 19 പ്രകാരമോ സെക്ഷൻ 20 പ്രകാരമോ ലൈസൻസ് നേടുന്നതിനോ കൈവശം വയ്ക്കുന്നതിനും അയോഗ്യത കൽപ്പിച്ചാൽ അത്തരമൊരു ഉത്തരവ് ഇറങ്ങുന്ന അന്ന് മുതൽ അയോഗ്യത പ്രാബല്യത്തിൽ വരുന്നതാണ്. നോക്കിയേ, നിങ്ങൾക്കൊരു ലൈസൻസ് നേടുന്നതിനും ലൈസൻസ് കൈവശം വയ്ക്കുന്നതിനും അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഉത്തരവ് നിലവിൽ വരുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ലൈസൻസ് കൈവശം വയ്ക്കുവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് സാധുവായിരിക്കില്ല എന്നർത്ഥം. സെക്ഷൻ 19 പ്രകാരം അല്ലെങ്കിൽ സെക്ഷൻ 20 പ്രകാരം നിങ്ങൾ ഒരു ലൈസൻസ് നേടുന്നതിൽ നിന്നും അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നാണോ ആ ഉത്തരവ് ഇറങ്ങുന്നത്, ആ ഉത്തരവ് ഇറങ്ങിയ അന്ന് മുതൽ നിങ്ങൾക്ക് ആ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ വാഹനം ഓടിക്കുവാൻ സാധിക്കില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ട്, സെക്ഷൻ 19 പ്രകാരം അല്ലെങ്കിൽ സെക്ഷൻ 20 പ്രകാരം ലൈസൻസ് നേടുന്നതിൽ നിന്ന്, ലൈസൻസ് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ. ഇന്ന് അതിന്റെ ഓർഡർ ഇറങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ ആ ഓർഡർ പ്രാബല്യത്തിൽ വരികയും നിങ്ങൾക്ക് തുടർന്ന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട കാലാവധി വരെ ലൈസൻസ് ഓടിക്കുവാൻ സാധിക്കില്ല. എന്നാൽ 6 മാസത്തിന് ശേഷം ഈ അയോഗ്യത പ്രഖ്യാപിച്ച് 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് അപ്പീൽ നൽകാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അപ്പീൽ നൽകാം. ഈ അപ്പീൽ നൽകുന്നത് ബന്ധപ്പെട്ട അധികാരി അല്ലെങ്കിൽ കോടതി പരിഗണിച്ചതിന് ശേഷം നിങ്ങൾക്ക് അയോഗ്യത മാറിക്കിട്ടുകയാണെങ്കിൽ തുടർന്നും ഇതേ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാമെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? 6 മാസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല, അയോഗ്യത കൽപ്പിച്ചു കഴിഞ്ഞാൽ. ഈ 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് കോടതി അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ബന്ധപ്പെട്ട അധികാരിയെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെടുകയാണെങ്കിൽ 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് തുടർന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു 6 മാസ കാലയളവിലേക്ക് നിങ്ങൾക്ക് അയോഗ്യത കൽപ്പിക്കുന്നു. 6 മാസത്തിന് ശേഷം എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് അപ്പീൽ പോകാൻ സാധിക്കും. 6 മാസം വരെ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 6 മാസത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അപ്പീൽ പോകാൻ സാധിക്കുന്നു. സപ്പോസ് നിങ്ങളുടെ ലൈസൻസ് സെക്ഷൻ 23 ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലൈസൻസ് നേടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് അതിനെതിരെ അപ്പീൽ പോകാൻ സാധിക്കുന്നു. ബന്ധപ്പെട്ട അധികാരി അല്ലെങ്കിൽ കോടതി നിങ്ങൾ കുറ്റവിമുക്തനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് ലൈസൻസ് ഉപയോഗിക്കാം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും വിവിധ എക്സാമുകൾക്കായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ജനുവരി 6-ാം തീയതി നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ നമ്പർ 3 എന്ന് പറയുന്നുണ്ട്. അത് മാറ്റിയിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 3 എന്ന് തിരുത്തി വായിക്കുവാൻ പഠിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ബെസ്റ്റ് വിഷസ്.